കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടുക്കളയിൽ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ടൈമിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഇത് കൊടുത്തു വിടാൻ വളരെ നല്ലതാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. പൊട്ടറ്റോ ആവശ്യത്തിനുള്ളതെടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം. ഇനി അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ക്യൂബുകളായിട്ട് സ്ക്വയറായിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അത്ര കട്ടി കൂടുതൽ വേണ്ട, എന്നാൽ നൈസും ആവാൻ പാടില്ല. നമുക്കിതൊന്ന് വേവിച്ചിട്ട് റോസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ഉടഞ്ഞൊന്നും പോവാതെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതേ കനത്തിൽ എല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ഇത് കറുത്ത് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉടനെ ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് എടുത്തു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കുരുമുളക് അതേപോലെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക്, വലിയ കുരുമുളക് തന്നെ വേണം, പൊടി ചേർക്കണ്ട കേട്ടോ. കുരുമുളക് ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഇട്ടു. പിന്നെ ഒരു അര സ്പൂൺ വലിയ ജീരകമാണ്, പെരുംജീരകം കഴുകിയിട്ടാണ് ഇട്ടത്. ഇനി 4-5 വെളുത്തുള്ളി അല്ലി, ചെറുതാണെങ്കിൽ 5-6 ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് നല്ല മൂത്തതായതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. ഇനി അതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം 2-3 തണ്ട് കറിവേപ്പില കഴുകിയിട്ട് അതിൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി എടുക്കുമ്പോൾ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ വേണം ചേർക്കാൻ. അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ച പൊട്ടറ്റോ 1-2 പ്രാവശ്യം കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പാകത്തിന് നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. നമ്മൾ അരപ്പിലൊന്നും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു കളറൊക്കെ ഇതിലേക്ക് വരണം കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റോളം വെച്ചാൽ മതിയാവും. ഒരല്പം വേവ് കുറവുണ്ടെങ്കിലും നമുക്കിത് റോസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കണ്ടോ, അത്യാവശ്യം വെന്തു. ഇനി അധിക സമയം വെക്കേണ്ട, അതിലെ വെള്ളം വാരാനായിട്ട് നമുക്ക് വെക്കാം. അതിൽ കംപ്ലീറ്റ് വെള്ളവും പോകട്ടെ കേട്ടോ. ഇനി ഈ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടി കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അല്പം വെള്ളത്തോടു കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിക്കാം. പൊട്ടറ്റോ വേവുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തു. അതിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ. അരപ്പിൽ അല്പം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കണം. പച്ച ടേസ്റ്റ് മുഴുവനൊന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. മസാലയുടെ ആ വെള്ളത്തിൻ്റെ അംശവും, അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിരുന്നു. അതൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള പൊട്ടറ്റോ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ കഷ്ണങ്ങളിലേക്കെല്ലാം ഈ മസാല അങ്ങ് ചേരണം. കുരുമുളകിൻ്റെയും മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ടേസ്റ്റ് ഇതിലേക്ക് ചേരട്ടെ. ഗരം മസാല വേണ്ടവർക്ക് അത് ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ ചിക്കൻ മസാല അല്പം വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനിയാണ് ഇതിൻ്റെ കറക്റ്റ് പ്രിപ്പറേഷൻ വരുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. ആ മസാല എല്ലാം ഇതിലേക്ക് പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ.
പച്ചവെള്ളത്തിൻ്റെ എല്ലാം മാറി പൊട്ടറ്റോയിലുള്ളതും മാറണം. അരപ്പിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം വലിഞ്ഞ് ഈ കിഴങ്ങിലേക്ക് ഇതെല്ലാം പിടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം, ചിക്കൻ മസാലയോ മല്ലിപ്പൊടിയോ ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. നോക്കൂ, ഇളക്കി ഇളക്കി വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നോ. സൂപ്പർ റോസ്റ്റാണേ. അഭിപ്രായം പറയണേ.